ബസൂക്ക എന്ന് പറയുന്ന നമ്മുടെ പുതിയ മമ്മൂട്ടി സിനിമ എങ്ങനെയുണ്ട്, മമ്മൂക്കയുടെ പുതിയ ബസൂക്ക എങ്ങനെയുണ്ട് എന്നൊക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്ലൈമാക്സ് സീനുകളും പരിപാടികളൊക്കെ വർക്കൗട്ടായി. അത് ഞാനൊരു അങ്ങനെ വർക്കൗട്ട് ചെയ്ത് അതൊരു പ്രശ്നമാണെന്നറിയില്ല, പലർക്കും വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ അത് എന്നെ ബാധിക്കില്ല. അത് എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഞാൻ ഈ മീഡിയത്തിലൂടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മൂവി വർക്ക്ഡ് ഫോർ മീ ആൻഡ് യാ മമ്മൂട്ടി ഹി വാസ് ജസ്റ്റ് ഓസം അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി ഓൾസോ. അത് പുള്ളി നന്നായിട്ട് ഒരു വേറൊരു ടൈപ്പ് സംഭവം എടുത്ത് വന്നു. അതിപ്പോൾ പറയുന്നില്ല എന്താ സംഭവം, പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സസ്പെൻസ്, സ്പോയിലർ, എവറിത്തിങ് വുഡ് ബി ദെയർ. സോ I'm not going to say what it is, but yeah, it has to be experienced. It doesn't mean that it is a very extraordinary movie. നല്ല അടിപൊളി കിഡിലം പടം എന്നല്ല ഞാൻ പറയുന്നത്. നല്ലൊരു രസമുള്ളൊരു സിനിമ, ഒരു ഗെയിം മോഡ് ത്രില്ലർ ലൈനിൽ കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ബസൂക്ക. ബസൂക്കയുടെ കഥ പറയുകയാണെങ്കിൽ കഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ്. കാരണം ഗെയിമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് കുറച്ച് കൺഫ്യൂഷനും, പിന്നെ എനിക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷനും, ഞാൻ പറഞ്ഞത് ശരിയാണോ ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് കഥ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കൊച്ചി സിറ്റിയിൽ കുറച്ച് ക്രൈംസ് നടക്കുന്നുണ്ട്. മർഡർ അല്ല, ബട്ട് വേറൊരു കൈൻഡ് ഓഫ് തെഫ്റ്റ് എന്ന് പറയാം, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഹൈ പ്രൊഫൈൽ തെഫ്റ്റൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കുന്ന ഒരു ആളാണ് നമ്മുടെ ബെഞ്ചമിൻ എന്ന് പറയുന്ന കമ്മീഷൻ. ഈ ബെഞ്ചമിൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം. അപ്പോൾ മമ്മൂട്ടി ബോംബെയിലാണുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രം ബോംബെയിലാണുള്ളത്. He is coming back to Cochin and he is out to help the Kerala police, that is കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള ബെഞ്ചമിനെ സഹായിക്കുന്നു. അങ്ങനെ സഹായിക്കുന്ന വേളയിൽ നമ്മുടെ ഈ പറയുന്ന ഫോറൻസിക് എക്സ്പെർട്ട്, ദാറ്റ് ഈസ് മമ്മൂട്ടീസ് ക്യാരക്ടർ, ഈസ് ട്രാവലിംഗ് ടു ബാംഗ്ലൂർ ഇൻ എ ബസ് വിച്ച് ഹാസ് നമ്മുടെ ഹക്കീം ഷജഹാൻ ചെയ്യുന്ന ഈസ് എ പ്രൊഫഷണൽ ഗെയിമർ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഈസ് ഓൾസോ ദർ. അപ്പോൾ ഇയാളായിട്ട് കണ്ടുമുട്ടുകയും അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ആ കണക്ഷൻ വഴി ഇവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ പല കാര്യങ്ങളും ചുരുളഴിയുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇവർ തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടൽ നമ്മുടെ ഡീനോ ഡെന്നിസ് അങ്ങേരുടെ അല്ലെങ്കിൽ അയാളുടെ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹക്കീം ഷജഹാൻ ത്രൂ ഔട്ടായിട്ട് മമ്മൂട്ടിയുടെ കൂടെ ഉള്ളൊരു റോളുണ്ട്. അതൊരു ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു റോൾ തന്നെയാണ് നമ്മുടെ ഹക്കീം ഷജഹാൻ. പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ പോലെ പുള്ളിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന കഥാപാത്രം. വീഡിയോ ഗെയിമൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കുറേ അവതാർസ് ഉണ്ടാവുമല്ലോ, അതായത് ഗെയിമിൽ ഉള്ള ആൾക്കാരുടെ കോഡ് നെയിം വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കാണുന്നൊരു നോർമൽ ഓഡിയൻസിന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടർ കുറച്ച് എക്സ്പ്ലെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വല്ലാത്ത ഒരു ബോറിംഗ് ഒന്നും അല്ല. ഇറ്റ് ഇസ് നോട്ട് ബോറിംഗ് ആസ് ഇറ്റ് ഈസ് ബീങ് എന്താ പറയുക, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എൻഗേജ്. ഇതിൽ മേജർ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ, മേജർ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ എടുത്തു വരണം. സായിദ് അബ്ബാസിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മമ്മൂട്ടിയുടെ സ്വാഗ് ആൻഡ് ഹിസ് സ്റ്റൈലിഷ് ലുക്ക്, അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ കുറേ എന്താ പറയുക ഏരിയാസ് വരുന്നുണ്ട്. നല്ല സ്ക്രീനിൽ ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഭയങ്കര ആസ് എ ഫാൻ ബോയ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര രസമായിട്ട് കൈയടിക്കാനും അങ്ങനത്തെ ഗൂസ്ബം മൊമെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള പരിപാടികളൊക്കെ നമ്മുടെ ഡീനോ ഡെന്നിസ് എന്ന് പറയുന്ന ഒരു മമ്മൂട്ടി ഫാൻ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഹാസ് ഹെൽപ്ഡ് ദ മൂവി ഇൻ എ ഗ്രേറ്റ് വേ, ബിക്കോസ് അത് കുറച്ച് സിനിമയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ് ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക്. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ആയിട്ട് ഉള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ബസൂക്ക എന്ന് പറയുന്ന. പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി അറ്റ് ഹിസ് ബെസ്റ്റ് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം തുടക്കത്തിൽ ആണെങ്കിൽ പുള്ളി ഒരു പതിഞ്ഞ തളത്തിലാണ് തുടങ്ങുന്നത്. ആസ് എ ഫോറൻസിക് എക്സ്പെർട്ടീസ് എന്താ പറയുക, പുള്ളി ഇങ്ങനെ ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളാണ് നടക്കുന്നത്, ദിസ് ഇസ് ഹാപ്പൻഡ്. ആക്ച്വലി ഇതിൻ്റെ കഥ ബാക്ക്ഗ്രൗണ്ട് ഹീസ് എക്സ്പ്ലെയിനിങ് ടു നമ്മുടെ ഹക്കീം ഷജഹാൻ ചെയ്യുന്ന ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇടയിൽ. പിന്നെ മെയിനായിട്ട് ഉള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഗൗതം മേനോൻ, പാമാരുൺ, സിദ്ധാർത്ഥ് ഭരതൻ ഇവരൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച്
സ്പോയിലേഴ്സ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെ അവരൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്കുള്ള ത്രില്ല് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ഓൾസോ ഡൺ വെരി വെൽ. സോ ബേസിക്കലി ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് റോൾസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ മമ്മൂട്ടി ഫൈനൽ ആക്ടും പരിപാടികളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു എൻ്റർടൈനർ സിനിമ തന്നെയാണ് നമ്മുടെ ബസൂക്ക.